ലാലേട്ടനും കൂട്ടുകാരും ലാലേട്ടനും സിനിമയുടെ അണിയറ പ്രവർത്തകരും ആഘോഷം നടത്തിയത്. ഇപ്പോൾ എത്രത്തോളം ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ് ആരാധകർ, പ്രേക്ഷകർ ഓരോരുത്തരും? തീർച്ചയായിട്ടും വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ ആദ്യ ഷോ തീർന്നപ്പോൾ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത്. ഞാനും സിനിമ കണ്ടു, അടിപൊളി സിനിമയാണ്, വലിയ ട്വിസ്റ്റുകളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് ഹൈപ്പ് കുറയ്ക്കാനെല്ലാം ശ്രമിച്ചിരുന്നുവെങ്കിലും പടം ഉടനീളം ട്വിസ്റ്റുകൾ. അതായത് മിഥുൻ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകും ദൃശ്യം 3 എന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ? അത്രത്തോളം എല്ലാ പ്രേക്ഷകരെയും ആസ്വദിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും 1-2 ദൃശ്യത്തിൻ്റെ ആദ്യ 2 ചാപ്റ്ററിൽ കണ്ട പോലെയുള്ള ലാലേട്ടനല്ല, ലാലേട്ടൻ്റെ ക്യാരക്ടറെല്ലാം വലിയ രീതിയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമ കണ്ടോ ചേട്ടാ? സിനിമ കണ്ടു, ഡൈ ഹാർഡ് ഫാനാണ്. പതുക്കെ തുടങ്ങി ഇൻ്റർവെൽ സമയത്ത്, ആ ഇൻ്റർവെൽ തൊട്ട് പിന്നെ അതൊരു വേറെ ലെവലിലേക്ക് പോവാണ്. അത് അതിമനോഹരമായിട്ടൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇൻ്റർവെൽ ഭയങ്കര ഒരു ട്വിസ്റ്റാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ വരുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് വേറെ ഒരു മീറ്ററിലാണ് പടം പോകുന്ന മുഴുവൻ. നമ്മുടെ കൂടെ ഒരു എങ്ങനെയുണ്ട് പടം? ഭയങ്കര ഗംഭീരം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും വലിയൊരു ഹൈ ഫാക്ടർ ലാൽ സാറിൻ്റെ കൂടെ കാണാൻ സാധിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞ പോലെ ഇതിൻ്റെ ഓരോ ഭാഗവും ലൈക്ക് ഫസ്റ്റ് പാർട്ട് ഞാൻ സ്കൂൾ ജീവിതം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു, സ്കൂൾ സമയത്തായിരുന്നു ഇവിടെ വെച്ച് തന്നെ ഇത് കണ്ടത്. അപ്പം അന്നത് കണ്ട് ഞെട്ടി പുറത്തിറങ്ങി. 2ാം ഭാഗം OTT-ൽ കണ്ട് നമ്മൾ അത്രയും ഞെട്ടി. 3ാം പിന്നെ അതിന് ശേഷം ലാൽ സാറിൻ്റെ കൂടെയും ജിത്തു സാറിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു നേരിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ടീമിൻ്റെ കൂടെ നമുക്ക് ഈ തിയേറ്ററിൽ ലാൽ സാറിൻ്റെ ബർത്ത്ഡേ വന്നത്, അതാണല്ലോ ഭയങ്കര സ്പെഷ്യൽ. കാരണം മലയാളി കല മൊത്തം ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെ നമുക്കിവിടെ വന്ന് ഏറ്റവും ലാലേട്ടൻ്റെ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന 2-3 തിയേറ്ററിൽ ഏറ്റവും വലിയ തിയേറ്റർ തന്നെയാണ് കവിത കേരളത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു സ്പേസിൽ തന്നെ നമുക്ക് ലാൽ സാറിൻ്റെ കൂടെ തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുക, ആ സിനിമ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായിരുന്നു. അത് തീർച്ചയായിട്ടും അതിനെ സസ്പെൻസ് പറയില്ല, ഞാൻ സിനിമ കണ്ടു. ആസ് എ ആക്ടർ ലാലേട്ടൻ്റെ ക്യാരക്ടറിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. 1-2 കണ്ട പോലുള്ള ലാലേട്ടനല്ല, വേറെ രീതിയിലേക്ക് ലാലേട്ടൻ്റെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ്? അത് ലോകം കണ്ട ഏറ്റവും മഹാനടനാണ് അദ്ദേഹം. അത് നമ്മളത് പറയാൻ നമ്മൾ ആരുമല്ല. അതാ പറഞ്ഞത്, അദ്ദേഹം ഒരു സിനിമയെ തന്നെ ഒരു സീൻ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മൂഡ് ഹോൾഡ് ചെയ്യുന്നതും അതിൻ്റെ ചേഞ്ചും ബ്രീത്തും അത്രയ്ക്ക് നമ്മൾക്ക് ഒബ്സർവ് ചെയ്ത ഒരുപാടധികം ആസ് എൻ ആക്ടർ എനിക്ക് പഠിക്കാൻ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പം മമ്മൂക്കയായാലും ലാൽ സാറായാലും. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും വലിയൊരു ലെജൻഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ജേണി എനിക്ക് തോന്നുന്നു. നമ്മൾ അധികം അതിനെപ്പറ്റി പറയാതെ ആൾക്കാർ തിയേറ്ററിൽ തന്നെ ആ ക്യാരക്ടറിൻ്റെ ചേഞ്ചും ജോർജ് കുട്ടിയുടെ മാറ്റങ്ങൾ ആൾക്കാർ തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. അത് തന്നെ നമുക്ക് പറയാം. നമ്മളതിനെപ്പറ്റി പറഞ്ഞത് സ്പോയിൽ ചെയ്യാൻ പാടില്ല. അത് ആൾക്കാർ എൻജോയ് ചെയ്യട്ടെ. വലിയൊരു വിജയം തന്നെ ആവട്ടെ, മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷം തന്നെ ആവട്ടെ. നമ്മോടൊപ്പം നേരത്തെ ചേർന്ന ഡൽഹിയിൽ നിന്ന് സിനിമ കാണാൻ എത്തിയതാണെന്ന് കേൾപ്പെട്ടു. See, we have come from Delhi. We have limited understanding of Malayalam, but seeing this movie right here, first day, first show with Mohanlal was amazing. Second half of the movie, fantastic. It had so many suspense and we felt like, wow, what a movie this is. So I'm now deadly waiting for the remake in the Bollywood, and I can easily compare the original movie, and this is too good, and the suspense kept us holding till the end, and Mohanlal is wonderful. 3 cheers for Mohanlal, and I'm wishing him a very, very happy birthday. Thank you. അതാണ് ദൃശ്യം അങ്ങനെ റീമേക്ക് ചെയ്യാം, പക്ഷേ ലാലേട്ടനെ റീമേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒറിജിനൽ വേർഷൻ കണ്ട ആളുകൾ തന്നെ പറയുന്നത്. ആളുകളെല്ലാം തന്നെ ആ ലാലേട്ടൻ്റെ അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് കണ്ടതിൻ്റെ ആ ഒരു ഞെട്ടലിൽ തന്നെയാണുള്ളത്. ലാലേട്ടൻ എന്തൊരു ചേഞ്ചാണ് 1-ൽ നിന്ന് 2-ലെത്തിയപ്പോൾ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. ആ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പോരാടുന്ന ഒരാളാണ്. അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് അതായത് മിഥുൻ നേരത്തെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ജിത്തു ജോസഫും ലാലേട്ടനടക്കം പറഞ്ഞത് വലിയ രീതിയിലുള്ള ഹൈപ്പോടെ പ്രതീക്ഷയോടെ സിനിമ കാണാൻ വരേണ്ടതില്ല. ഒരു സാധാരണ സിനിമ, ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ഒരു സിനിമ എന്ന രീതിയിലാണ്. പക്ഷേ അതല്ല, വിസ്മയിപ്പിക്കുക തന്നെയാണ് ലാലേട്ടൻ വീണ്ടും ഒരിക്കൽ കൂടി, ഒപ്പം ദൃശ്യം 3-യും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തന്നെ ദൃശ്യവിസ്മയം എന്ന് പറഞ്ഞുള്ള അനിൽ നമ്പ്യാർ അഭിമുഖം ചെയ്ത ആ സെഷനിൽ ജീത്തു ജോസഫ് പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഇപ്പോൾ എനിക്കിവിടെ കോട്ട് ചെയ്യാൻ പറ്റുന്നത്. ജോർജ് കുട്ടി എൻ്റെ കൈ വിട്ടുപോയി എന്ന് ജീത്തു ജോസഫ് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ആ വാക്ക് തന്നെയാണ് ദൃശ്യം 3 എന്ന സിനിമ. കാരണം ജോർജ് കുട്ടി എന്ന കഥാപാത്രം വലിയ രീതിയിൽ കൈവിട്ടു പോയിരിക്കുന്നു. ലാലേട്ടൻ്റെ ഒരു ഫാൻസിൻ്റെ ഒക്കെ ഒരു ഭാഷയിൽ പറഞ്ഞ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ ക്യാരക്ടറിനെ വേറെ ലെവലിലേക്ക്, മറ്റൊരു തരത്തിലേക്ക് മാറ്റിപ്പോയിരിക്കുന്നു. അതായത് മിഥുൻ സസ്പെൻസ് അവിടെ നിൽക്കട്ടെ എങ്കിലും മിഥുൻ സിനിമ കണ്ടതാണ്. എത്രത്തോളം തുടക്കം മുതൽ അവസാനം വരെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് അല്ലേ?
തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ അന്തർസംഘർഷങ്ങളും അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള സർവൈവലും എല്ലാം ഉണ്ട്. ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് ആ കുടുംബം മുന്നോട്ട് പോകേണ്ട അല്ലെങ്കിൽ മുമ്പ് ഒരു വിവാഹമടക്കമുള്ള കാര്യങ്ങളിൽ അഭിമുഖീകരിക്കുകയും ആ സമയം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നതെങ്കിലും അതിന് സമാന്തരമായി തന്നെ കേസ് അന്വേഷണം നടക്കുകയും മറ്റൊരു സമാന്തര അന്വേഷണം നടക്കുകയും അതിനെയെല്ലാം തരണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു കഥയുടെ പ്ലോട്ടാണ് തന്നെയാണ് ഈ മൂന്നാം ഭാഗത്തിനുമുള്ളത്. പക്ഷേ ക്യാരക്ടറുകളിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഒരു അത്തരത്തിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് എല്ലാം വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് ആയി പോകും. പക്ഷെ എന്നിരുന്നാലും പുതിയ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പഴയ കഥാപാത്രങ്ങളിലെ ചില തിരിച്ചുവരവുകൾ കൂടി ഈ സിനിമയിലുണ്ട്. അതൊരു ഇൻ്റർവെൽ പഞ്ചായി വലിയ ഇൻ്റർവെൽ ട്വിസ്റ്റായി തന്നെ അതിൽ അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു അണിയിച്ചൊരുക്കിയ ട്വിസ്റ്റുകളോടെയും ഫാമിലി ഡ്രാമയിലൂടെയും എല്ലാം അണിയിച്ചൊരുക്കിയ ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3 എന്ന് ഇപ്പോൾ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഏതായാലും ഒരു ഹിറ്റ് എന്നുള്ള നിലയിലേക്ക്, ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന നിലയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആദ്യ ഷോ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഇവരെല്ലാം തന്നെ പ്രതികരിച്ചിരിക്കുന്ന ആളുകളെല്ലാം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. നല്ല മികച്ച സിനിമ, വലിയ ത്രില്ലർ സിനിമ എന്നുള്ള നിലയിലേക്കും ഫാമിലി ഡ്രാമ എന്ന തലത്തിലേക്കുമെല്ലാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ദൃശ്യം 3 മുന്നോട്ട്. അല്ലാതെ മിഥുൻ, ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിലാണ് ഈ സിനിമ എത്തിയത്. ലാലേട്ടന്റെ പിറന്നാൾ മധുരം, ലാലേട്ടന് അണിയറ പ്രവർത്തകർ നൽകിയ ഒരു പിറന്നാൾ മധുരം തന്നെയാണ് ഈ സിനിമ. ഒപ്പം ലാലേട്ടൻ ലോകമെങ്ങുമുള്ള ആരാധകർക്ക്, പ്രേക്ഷകർക്ക് നൽകിയ ഒരു ഇരട്ടി മധുരം തന്നെയാണ് ഈ സിനിമ ദൃശ്യം 3, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ ദിവസം മോഹൻലാലിൻ്റെ പിറന്നാളാണ്. പിറന്നാൾ ദിവസം ഒരു സിനിമ റിലീസ് എന്നുള്ളത് അത്തരം സാധാരണ ഉണ്ടാവാറില്ല ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ അതൊരു ഇരട്ടി സന്തോഷം കൂടിയാണ്. കാരണം ലാലേട്ടൻ്റെ ആ ഒരു പിറന്നാൾ ആഘോഷം സോഷ്യൽ മീഡിയയിലെല്ലാം അന്നത്തെ ദിവസം ട്രെൻഡിങ് ലാലേട്ടനാവാറുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ നിറഞ്ഞു നിൽക്കാറ് തന്നെയാണ് പതിവ്. വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് അതിന് ദൃശ്യത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ടുകൾ കൂടിയാകുമ്പോൾ ഇതൊരു ഇരട്ടി മധുരം തന്നെയാണുള്ളത്. ഇന്ന് രാവിലെ 8 മണിക്ക് ഉള്ള ഷോയ്ക്ക് ഏതാണ്ട് 7:45 കൂടി ലാലേട്ടനും അതുപോലെ തന്നെ മറ്റ് അണിയറ പ്രവർത്തകരും ഈ കവിതാ തിയേറ്ററിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവിടെ നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രതീക്ഷ തന്നെയല്ല ജീവിതം എന്നുള്ള ഒരു ആ ഒരൊറ്റ വാക്കുകൾ കൊണ്ട്, ആ ഒരൊറ്റ വാചകം മാധ്യമങ്ങളോട് പറഞ്ഞാണ് അദ്ദേഹം ആദ്യ ഷോ കാണാൻ വേണ്ടി കയറിയത്. പിന്നീട് ഇറങ്ങിയതിനു ശേഷം ആ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുവെക്കുകയും ചെയ്തു. മിഥുനയ്യപ്പനാണ് കൊച്ചിയിൽ നിന്നും കവിതാ തിയേറ്ററിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദൃശ്യം 3 മികവുറ്റ സിനിമ, മികച്ച സിനിമ, സസ്പെൻസ് ത്രില്ലർ.